കംബോഡിയൻ സൈബർ തട്ടിപ്പിലെ പ്രതികളിൽ നിന്നും ലഭിച്ചത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. കേരളത്തിലെ യുവതികളെയും യുവാക്കളെയുമാണ് ഇവർ തട്ടിപ്പിനിരയാക്കുന്നത്. ചൈനീസ് പൗരന്മാർ നിയന്ത്രിക്കുന്ന സൈബർ ഷെൽട്ടറുകളിൽ എത്തിച്ച് ഇവരെ കുറ്റകൃത്യങ്ങളുടെ ഭാഗമാക്കും. സൈബർ മാഫിയയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തവർക്ക് ഏൽക്കേണ്ടി വരുന്നത് ക്രൂരമർദ്ദനവുമാണ്. കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാം. ശ്യാമപ്രസാദ് ഉത്തമൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്യാം, ഗുഡ് മോർണിംഗ്. അപ്പോൾ വലിയൊരു തട്ടിപ്പിന്റെ വിവരങ്ങൾ ഓരോന്നായി മുന്നിലേക്ക് വരികയാണ്. ഇപ്പോൾ ഈ കംബോഡിയൻ സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എത്രത്തോളം ഗുരുതരമാണ്? എങ്ങനെയാണ് ഇവർ ഈ യുവതി യുവാക്കളെയൊക്കെ കെണിയിൽപ്പെടുത്തുന്നത്? എന്താണ് ഇതിന് പിന്നിൽ നടക്കുന്നത്? ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികളെ അറസ്റ്റ് ചെയ്ത പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ 3 പ്രതികളെയാണ് കൊച്ചി സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ സൂരജ് കൃഷ്ണ ആലപ്പുഴ അരൂർ സ്വദേശിയാണ്. അതോടൊപ്പം തന്നെ ആദിൽ മുഹമ്മദ് ഫൈസിൽ മലപ്പുറം വളാഞ്ചേരി സ്വദേശികളാണ്. ഇവർ 3 പേരും കംബോഡിയ കേന്ദ്രമാക്കിയാണ് ഈ കാര്യങ്ങൾ നടത്തിയിരുന്നത്. സൂരജ് കൃഷ്ണയാണ് കംബോഡിയയിൽ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിച്ചത്. ഇവർ 2 പേരും നാട്ടിൽ നിന്നാണ് ഈ പണം ഇടപാടുകളും മറ്റുമൊക്കെ നടത്താനും മറ്റുമൊക്കെ സഹായിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഒരു മാട്രിമോണിയൽ സൈറ്റ് വഴി ഈ സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള ആളുകളെ പരിചയപ്പെടുന്നു, അവരുമായിട്ട് കൂടുതൽ അടുക്കുന്നു. അങ്ങനെ വിവാഹ വാഗ്ദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ പിന്നാലെ ഉണ്ട്. പക്ഷേ ഇവർ പറയുന്നത് ഈ കൂടുതൽ പണം കിട്ടുന്നതിന് വേണ്ടി ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലെ ഈ ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഇവരെ കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുവന്ന് ഇവരിൽ നിന്ന് പണം കൈക്കലാക്കലാണ് ലക്ഷ്യം. അങ്ങനെ കൊച്ചിയിലെ ഒരു ഡോക്ടറുടെ കയ്യിൽ നിന്ന് ഏകദേശം 37 ലക്ഷം രൂപയാണ് ഇവരിൽ ഈ സൂരജ് കൃഷ്ണ യുവതി എന്ന വ്യാജേനെ തട്ടിയെടുത്തത്. ഈ 37 ലക്ഷം രൂപ അത് കംബോഡിയയിൽ നിന്നാണ് ഇയാൾ ഈ ഓപ്പറേഷൻ ചെയ്ത ഈ രീതിയിൽ പണം തട്ടിച്ചത്. അങ്ങനെ ഈ സൈബർ പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ സൈബർ പോലീസ് വിശദമായ രീതിയിൽ കേസ് അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ ചൈനീസ് പൗരന്മാരായിട്ടുള്ള ആളുകൾ ഈ ലാവോസ്, മലേഷ്യ, തായ്ലൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് ഈ കേരളത്തിൽ നിന്നുൾപ്പെടെ യുവതി യുവാക്കളെ കൊണ്ടുപോവുകയും അവിടെ വിസിറ്റിംഗ് വിസയ്ക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ വിസിറ്റിംഗ് വിസ തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയ ശേഷം പിന്നീട് ഈ ചൈനീസ് പൗരന്മാർ നിയന്ത്രിക്കുന്ന ഈ ഷെൽട്ടറിലേക്ക് ഇവരെ കൊണ്ടുപോവുകയാണ്. അവിടെ നിന്ന് പിന്നീട് ഇവർക്ക് തിരികെ വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ കാരണം ഇവരുടെ ചതിക്കുഴിയിൽ വീണ് ഇവരും പിന്നീട് ഈ കെണിയിൽ ആളുകളെ പെടുത്താൻ വേണ്ടി തയ്യാറാകുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകൾ, മലയാളികൾ ഉൾപ്പെടെ 100 കണക്കിന് പേർ ഉണ്ട് എന്നാണ് ഈ പ്രതികളിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമാകുന്നത്. എന്തായാലും നിലവിൽ ഈ കേസിൽ 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ ഇവരിൽ നിന്ന് ഇവർ ഉപയോഗിച്ച ഗാഡ്ജറ്റുകൾ ഉൾപ്പെടെ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കൊച്ചി സൈബർ പോലീസാണ് എണ്ണം ചെറുതല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കുറെ കാലങ്ങളായിട്ട് തന്നെ ഇവർ വല വിരിച്ചിട്ടുണ്ടാകാം. അതിനാണ് ഇത്രത്തോളം ആൾക്കാർ വീണുപോയത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇവർ, ഏത് കാലം മുതൽ തുടങ്ങിയ ഒരു തട്ടിപ്പാണ്, എങ്ങനെയാണ് ഇതിലേക്ക് എത്തിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും നിർണായകമല്ല. ഈ തട്ടിപ്പിന് ഇരയായവരെ കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? എങ്ങനെ ഇവരെ ഇതിൽ നിന്നും രക്ഷപ്പെടുത്താനാകും എന്നത് സംബന്ധിച്ചുള്ള വലിയൊരു ആശങ്കയും ഇതിലിപ്പോൾ നിലനിൽക്കുന്നില്ലേ? അതായത് ഈ പോലീസിന്റെ അന്വേഷണത്തിൽ ഇതിൽ പ്രധാനമായിട്ടും കണ്ടെത്തിയത് ചൈനീസ് പൗരന്മാരുടെ മേൽനോട്ടത്തിൽ ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് സമാനമായ രീതിയിലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നാണ്. അങ്ങനെയാണ് ഈ തട്ടിപ്പിന്റെ കേന്ദ്രം പ്രവർത്തിക്കുന്നത് എന്നതാണ്. ഈ കൂടുതൽ ആളുകളുമൊക്കെയായിട്ട് സൗഹൃദത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അവർ അങ്ങനെ ഈ സൗഹൃദത്തിൽ ഏർപ്പെട്ട ഈ സൗഹൃദം പിന്നീട് ഈ ചതിക്കുഴി ഒരുക്കുകയാണ്. ആ ചതിക്കുഴിയിലാണ് പലരും വീണിരിക്കുന്നത്. നിലവിൽ ഒരുപാട് സ്കാം നമ്മുടെ കേരളത്തിലടക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഓൺലൈൻ ആണെങ്കിലും സൈബർ തട്ടിപ്പാണെങ്കിലും അതോടൊപ്പം തന്നെ വെർച്വൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള തട്ടിപ്പുകളെല്ലാം തന്നെ നിയന്ത്രിക്കുന്നത് ഈ ചൈനീസ് പൗരന്മാരുടെ നേതൃത്വത്തിലുള്ള ഈ സൈബർ കമ്പനിയാണ്. ഇവരുടെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഇവർ തന്നെ സ്വന്തമായ രീതിയിൽ വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആ വെബ്സൈറ്റിൽ ക്രിപ്റ്റോ കറൻസി ഉണ്ട്, അതിൽ ലാഭം ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ കാണിച്ച് വിശ്വസിപ്പിച്ച് ഇവരിൽ നിന്ന് പണം തട്ടുകയും പണം തട്ടിയ ശേഷം ഇവർ അപ്രത്യക്ഷരാകുകയും ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് പേരെ ഈ ചതിക്കുഴിയിലേക്ക് കൊണ്ടുവരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ചതിക്കുഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇവർ ഉപയോഗിക്കുന്നതാകട്ടെ കൂടുതലും മലയാളികളായിട്ടുള്ള ഇടത്തരക്കാരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഇവരെ ഈ കേരളത്തിൽ നിന്ന് വിസിറ്റിംഗ് വിസയ്ക്ക് എന്ന രീതിയിൽ ഈ തായ്ലൻഡ്, ലാവോസ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്നും ഈ വാഹനമാർഗം കംബോഡിയയിലേക്ക്
നടപടിയിലേക്ക് എത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ പരാതികൾ കിട്ടിയെങ്കിൽ മാത്രമേ ഇതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് സൈബർ പോലീസിന് നീങ്ങാൻ കഴിയുകയുള്ളൂ. ശരി, ശ്യാംപ്രസാദ് ഉത്തമനാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്, അതായത് ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. നമ്മൾ പലപ്പോഴും ഈ സൈബർ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പലപ്പോഴും ചതിക്കെണികൾ ഉണ്ടാകും, അതിൽ വീഴരുത്, അത്രത്തോളം ശ്രദ്ധിക്കേണ്ട ഒരു ഗൗരവമുള്ളൊരു വിഷയമായി ഇത് മാറിയിട്ടുണ്ട്. പക്ഷേ പലരും അതിനകത്ത് വീണു പോകുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം.